ഒരു കൂണ് ഇട്ട് കഴിഞ്ഞാൽ ഒരു തോരനായി. അമ്മ പണി വിട്ട് വരുമ്പോഴത്തേനും പിള്ളേർ ആ കൂണും തിന്നിട്ട് ഛർദിച്ച് പോതല്ലാണ്ട് കിടക്കുക. അന്നേരം പിന്നെ പെട്ടെന്ന് എല്ലാവരും അറിഞ്ഞ കൊണ്ട് വേഗം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടാക്കിയ കൊണ്ട് പിന്നെ പിള്ളേർ രക്ഷപ്പെട്ടു. അത് പിള്ളേരും മാത്രമല്ല അമ്മയും കുറച്ച് കഴിച്ചു ബാക്കി ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ചിലവർക്കറിയില്ല, ചിലവർക്കറിയും. അത് ഈ കാടിൻ്റെ ഉള്ളിലുള്ളവർക്ക് അതൊക്കെ മനസ്സിലാവുള്ളൂ. അത് ഈ പരിചയം കൊണ്ടാണോ, കണ്ടുള്ള പരിചയം കൊണ്ടാണോ, അതോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയുണ്ടോ നമുക്ക് അതിനെ തിരിച്ചറിയാനുള്ള? തിരിച്ചറിയാനൊക്കെ അറിയാം. അത് എങ്ങനെയാ തിരിച്ചറിയാനുള്ള മാർഗങ്ങൾ എങ്ങനെയായിരിക്കും? അത് ചിലപ്പോൾ ഇങ്ങനെ പുറ്റൊക്കെ ഉണ്ടാവും. ഈ വെള്ളാരക്കൂമ ആണെങ്കിൽ പുറ്റുണ്ടാവും. ആ പുറ്റുകാത്ത് ഇന്ന സമയത്തും അതിനൊരു ഞങ്ങൾ എടുക്കുമ്പോൾ ഒരു ഡേറ്റൊക്കെ വെക്കും. ആ ഡേറ്റ് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് പോവുകയാണെങ്കിൽ അതവിടെ പൊട്ടി വിരിഞ്ഞിരിക്കും. വിരിഞ്ഞിരിക്കുമ്പോൾ അത് മെല്ലെ പൊന്തി വരും. പൊന്തി വന്ന് അത് കണ്ടു കഴിഞ്ഞാൽ അത് വലുതാവൂല, അതുപോലെ ഉണ്ടാവും. കാണാണ്ടിരിക്കുകയാണെങ്കിൽ അത് കുറച്ച് വലുതുണ്ടാവും. അത് ഈ പുറ്റുകളുമായിട്ട് ചെതലുമായിട്ട് എന്തെങ്കിലും ചെതല് ആ ചെതലിലാണ് ഉണ്ടാവും. ചെതലില്ലാത്ത സ്ഥലത്തൊന്നും കൂണ് പൊട്ടൂല. ഇല്ല, ഈ ചെതലുണ്ടെങ്കിലേ ആ കൂണ് പൊട്ടുള്ളൂ. എല്ലാ കൂണുകൾക്കും ചെതല് വേണമെന്നില്ലല്ലോ അല്ലേ? അല്ലാതെയും അത് പല 2-3 സൈസ് ഉണ്ടല്ലോ കൂണ്, അതിനൊക്കെ ചെതല് വേണം. ചെതലില്ലാത്ത കൂണൊന്നും ഉണ്ടാവില്ല. ആ ചെതലുണ്ടെങ്കിലേ ആ കൂണ് പിന്നെ ഉണ്ടായി വലുതാവുള്ളൂ. ഈ ഭ്രാന്തൻ കൂണ് എന്ന് പറഞ്ഞിട്ടൊരു കൂണില്ലേ, ഭ്രാന്തൻ കൂണ്, അത് അങ്ങനെ കേട്ടിട്ടുണ്ടോ? ഭ്രാന്തൻ കൂണ് എന്ന് പറഞ്ഞിട്ടൊരു കൂണ്. അത് വിഷമുള്ളതാന്ന് തോന്നുന്നു. വിഷമുള്ളതാ. അത് ഈ പറഞ്ഞ പോലെ ചിലർ തെറ്റിദ്ധരിച്ച് കഴിച്ചിട്ട് ഹോസ്പിറ്റലാവാറുണ്ട്. അത് ചിലവരൊക്കെ ഇങ്ങനെ റോഡ് സൈഡിൽ വണ്ടിയിലൊക്കെ പോകുമ്പോൾ അത് കായലെന്ന് പറയും. ആ കായലിന്റെ ചുറ്റും ഉണ്ടാവും ആ കൂണ്. അന്നേരം ചിലവർ ഇത് നെല്ല കൂണായിരിക്കും, നല്ല രസമാണ് കാണുമ്പോൾ. ഒത്തിരി വണ്ണമൊന്നും ഉണ്ടാവില്ല, ഇത്രേ ഉണ്ടാവുള്ളൂ. അപ്പം അത് കുറേ നിരത്തി ഉണ്ടാവും, അത് ചുറ്റും ഉണ്ടാവും. അങ്ങനെയൊക്കെ കൊണ്ട് ആൾക്കാർ തിന്നിട്ടുണ്ട്. അന്നേരം പിന്നെ അറിയാത്തവർ കാണിച്ചു കൊടുക്കുമ്പോൾ ഇത് ഇന്നേ പോലത്തെ കൂണാണ്, ഇത് തിന്നണ്ട, ഇത് വിഷാന്ന് പറഞ്ഞുകൊണ്ട് അന്നേരം അത് കളയും. ചിലവർക്ക് അറിയാലോ, ചിലവർക്ക് അറിയില്ല. ദൂരെന്ന് വരുന്നവർക്ക് ഇതൊന്നും അറിയില്ല. അപ്പം ആ ദൂരെന്ന് വരുന്നവർ ഇന്ന സാധനം എടുത്തിട്ട് ഈ കൂണ് ഇതെന്താണെന്ന് ചോദിച്ചിട്ട് നല്ല കൂണാണോ ഇത് ചീത്ത കൂണാണോ എന്ന് ചോദിച്ചിട്ട് അത് അവർ പറഞ്ഞു കൊടുക്കും. ഈ അടുത്തായിട്ട് കൂണുകളിൽ കൂടുതൽ ആളുകൾക്ക് താല്പര്യം വരുന്നത് കാണാം. എന്താ വെച്ചാൽ അതിങ്ങനെ കഴിച്ചു കഴിയുമ്പോൾ അതിൻ്റെ ഈ ചില വിഷക്കൂണുകളാണ്, പക്ഷെ അതൊരു ലഹരി പദാർത്ഥമായിട്ട് ഉപയോഗിക്കുന്നതായിട്ട് കാണുന്നുണ്ട് പലപ്പോഴും. അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ആരെങ്കിലും അന്വേഷിച്ചു വന്നതോ ചോദിച്ചു വന്നതോ ഒക്കെ ആയിട്ട്? അത് പിന്നെ വിഷമുള്ളതാന്ന് തോന്നുന്നു. വിഷമുള്ളതെന്ന് വെച്ചാൽ ലഹരി പദാർത്ഥമായിട്ട് ഉപയോഗിക്കുന്ന ചില കൂണുകൾ അങ്ങനത്തെ ഉണ്ടാവും. അത് ഇപ്പൊ അധികം ആളുകളെ അതിനെ തേടിപ്പോകുന്ന ഇപ്പൊ മൂന്നാർ, ഇടുക്കി ഭാഗങ്ങളിലൊക്കെ ഒരു തരത്തിലുള്ള കൂണുണ്ട്. സൈലോ സൈബ് എന്നാണ് അതിന്റെ ഞങ്ങൾ ശാസ്ത്രീയത്തിൽ വിളിക്കുക. അപ്പൊ അതിനെ തേടി പോകുന്നത് കാണാം. എന്താ വെച്ചാൽ ചെറിയ രീതിയിൽ അത് ലഹരി കൊടുക്കുന്നതുകൊണ്ട്. അപ്പം നമ്മുടെ ഈ വയനാട് ഭാഗങ്ങളിലൊന്നും അധികം അങ്ങനെ ആൾക്കാർ അതിൽ ഇതായിട്ട് കണ്ടിട്ടില്ല. പക്ഷെ മൂന്നാർ ഭാഗങ്ങളിലൊക്കെ നമ്മൾ സാധാരണ കാണാറുള്ളതാണ്. ഈ ഇത്തരത്തിലുള്ള കൂണുകൾ എപ്പോഴെങ്കിലും വളർത്തിയെടുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്താറുണ്ടോ? വളർത്തി ഞങ്ങൾ അങ്ങനെ എടുക്കാറില്ല. ഇല്ല, ഞങ്ങള് പിന്നെ ഫോറസ്റ്റിൽ ഉണ്ടാവുന്ന മാത്രമേ തിന്നുള്ളൂ. ഞങ്ങളിപ്പോ ഫോറസ്റ്റിലല്ലേ ഉള്ളേ. അതെ. അല്ല, ഞാൻ ചോദിക്കുന്നത് എന്താ വെച്ചാൽ ഇപ്പൊ ഇത്തരത്തിലുള്ള കൂണുകൾ നമ്മൾ വളർത്തിയെടുത്താൽ നമുക്കത് ഒരു പുറമേക്ക് വിൽപ്പന അതൊക്കെ വിൽക്കാം. ആ സമയത്തേ വിൽക്കാൻ പറ്റുള്ളൂ. പെട്ടെന്ന് കേടുവന്നു പോകും. പുഴുവാവും അത് കുറെ. അല്ലെങ്കിൽ അത് വലുതാവാത്ത മുന്നേ ചെറുതാണെങ്കിൽ അത് ഉണക്കി വെക്കാം. നമുക്ക് ഉണക്കാൻ പറ്റും. അത് ചെറുതാവുമ്പോഴേ നമ്മൾ പറിച്ചെടുക്കണം. എന്നാലേ അത് ഉണക്കി വെച്ചാൽ ഇപ്പോൾ ഇങ്ങനെ വിഷു ഓണമൊക്കെ വരുമ്പോൾ ഞങ്ങളത് പയറിലൊക്കെ ഇട്ടിട്ട്
ഉപ്പേരിയാക്കി തരും. ശരി. ഓ, ആ അതൊരു രസം വേറെയാ. പച്ചക്ക് കറി വയ്ക്കുന്ന അത് വേറെയാ, രുചി വേറെ വേറെ ഉണ്ടാവും. ശരി. അപ്പൊ അങ്ങനെ ചെറുപ്പത്തിൽ പറിച്ചെടുക്കുന്നതിന്റെ പേരെന്താ? നമ്മൾ എന്താ ആ കൂണിന് എന്ത് വിളിക്കുക? അത് ഈ വളരെ കൂമ തന്നെയാന്ന്. ചതലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കൂണ്. ഈ വെള്ളാരം കൂണ് തന്നെയാണോ ഈ അരിക്കൂൺ എന്ന് പറയുന്നത്? അരിക്കൂണ് വേറെയാ. വേറെയാണ്. അത് ചെറുതാ അരിക്കൂണ്. ഓ, അതും ചതലുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. അതും ചതല് തന്നെ വേണം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിലുള്ള കുറച്ച് ഈ ഉണക്കാൻ പറ്റുന്ന കൂണുകളെ നമ്മൾ ശരിക്കും ഉണക്കിയെടുത്താൽ ശരിക്കും ഒരു വിപണന സാധ്യത ഉണ്ട് അതിനല്ലേ? തീർച്ചയായിട്ടും ഉണ്ടാവും. അത് ഇപ്പൊ ഞങ്ങൾ അങ്ങനെ വിൽക്കുന്നുമില്ല, ഞങ്ങൾക്ക് അറിയൂല. അങ്ങനെ ഇങ്ങനെ പുറത്തേക്ക് കൊടുത്തിട്ട് പാക്കറ്റ് ആക്കിയിട്ട് ഞങ്ങൾ അത് വിറ്റിട്ടില്ല. ഇല്ല ഇല്ല ഇല്ല. പക്ഷെ അത് ഞങ്ങൾക്ക് അറിയൂല, അങ്ങനെ വന്ന് എടുക്കുവോ എന്തോന്ന് അറിയില്ല ഞമ്മക്ക്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ഇത്തരത്തിലുള്ള കൂണുകൾ ഇങ്ങനെ ഉണക്കി വിൽക്കാൻ പറ്റുന്ന കൂണുകൾ ശരിക്കും നല്ലൊരു വിപണന സാധ്യത ഉള്ളതാണ്. കാരണം ആളുകൾക്കുണ്ട്, പറഞ്ഞ പോലെ കിട്ടാത്തത് കൊണ്ടും അറിവില്ലാത്തത് കൊണ്ടും ആളുകൾ ഉപയോഗിക്കുന്നില്ല. അതുപോലെ ഇതെങ്ങനെ ഇതിനെ ഈ കൂണ് ഉണക്കി പ്രോസസ് ചെയ്ത് നല്ല വെയില് വേണം. വെയില് വേണം. ഈ പുകയത്ത് ഉണക്കി കഴിഞ്ഞാൽ പുക ചുറ്റും. ചിലവർക്ക് പുകേന്റെ ഇത് ശരിയാവുന്നില്ലല്ലോ. അപ്പൊ അത് നല്ലോണം കഴുകി, മണ്ണ് ഒക്കെ ഉണ്ടാവും, അതൊക്കെ നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ടേ അത് ഉണക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഉണക്കി കഴിഞ്ഞാൽ അത് മണ്ണുണ്ടെങ്കിൽ മണലുണ്ടെങ്കിൽ അത് പിടിച്ചാൽ നമുക്ക് അത് ശരിക്കും ഉണക്കിയെടുക്കുന്നതല്ലേ. അപ്പം ഞങ്ങൾക്ക് കറി വയ്ക്കുമ്പോൾ അത് കടിക്കുമ്പോൾ മണൽ കടിക്കും. അപ്പം അതൊക്കെ നല്ലോണം പോക്കിയിട്ട് ഉണക്കാൻ പറ്റുള്ളൂ. അത് പച്ചയ്ക്കേ ശരിയാക്കാൻ പറ്റുള്ളൂ. ഉണക്കി കഴിഞ്ഞാൽ ആ മണ്ണൊന്നും പോവില്ല, എത്ര കഴുകിയാലും പോവില്ല. ശരിക്കും സർക്കാർ പദ്ധതികൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും നല്ലതായിരിക്കും. കാര്യങ്ങളും പലതരത്തിലുള്ള കൂണുകൾ ഉള്ളത് കൊണ്ട് അല്ലേ നമുക്ക് ഇത് പരമ്പരാഗതമായിട്ട് ഇങ്ങനെ അറിഞ്ഞു വരുന്നതല്ലേ? ഇപ്പം നമ്മൾ നമ്മുടെ അച്ഛനമ്മമാരിൽ നിന്നൊക്കെ അറിഞ്ഞു വരുന്നത് തന്നെയാണല്ലോ. പുതിയ തലമുറയും പഠിക്കുന്നുണ്ടാവും. ഈ കൂണുകളല്ലാതെ കിഴങ്ങുകളും കിഴങ്ങുണ്ട്. കിഴങ്ങുകളെ കുറിച്ച് കുറച്ച് എന്തെങ്കിലും പറയാമോ? കിഴങ്ങ് ഇപ്പൊക്കെ കിഴങ്ങുണ്ട്, പക്ഷെ അതിൻ്റെ സമയത്തെ ഞങ്ങൾക്ക് കുഴിച്ചെടുക്കാൻ പറ്റുള്ളൂ. അത് ഉൾക്കാട്ടിലേക്ക് പോയിട്ട് വള്ളിയൊക്കെ കണ്ടുപിടിച്ച് ആനയും കടുവയൊക്കെ ഉള്ള കാടാ. അപ്പം അത് അത് ഈ ഓണത്തിനൊക്കെ മുന്നേ, ഓണം കഴിഞ്ഞിട്ടേ നമുക്ക് ആ കിഴങ്ങ് തിന്നാൻ പറ്റുള്ളൂ. അന്നേരമാണ് ഈ കിഴങ്ങുകൾക്ക്, എല്ലാ കിഴങ്ങുകൾക്കും പൊടിയുള്ളത്. അല്ലെങ്കിൽ കിഴങ്ങിനൊന്നും പൊടി ഉണ്ടാവില്ല, വളവളൂന്നുണ്ടാവും. അത് മൂത്തത്തില്ല. മൂത്താലേ നല്ല പൊടി ഉണ്ടാവും. പല സൈസ് കിഴങ്ങുണ്ടാവും. ഒന്ന് ബുണ്ണി, ഒന്ന് നൂര്, ഒന്ന് നടവുണ്ണി എന്ന് പറയും. അങ്ങനെ ഓല കാൾസ് എന്ന് പറയും. പിന്നെ ഹെക്ക് കാൾസ്, പിന്നെ നാറം, പിന്നെ കൊരണെ. അങ്ങനെ ഒരുപാട് കിഴങ്ങുകളിൻ്റെ പേരൊക്കെ അറിയാം. ഈ കിഴങ്ങുകൾ നമ്മൾ നട്ടു വളർത്തുന്നുണ്ടോ ഇല്ല അത് കാട്ടിൽ തന്നെയാണ്? ഇത് കാട്ടിലുള്ള കിഴങ്ങ. പന്നിയൊക്കെ തിന്നും. പന്നിയൊന്നും ബാക്കി വെക്കൂല, അത് മനുഷ്യന്മാരിനെക്കാളും കുഴിച്ചെടുക്കുന്ന പന്നിയാ. എലി അങ്ങനെ തിന്നൂല, പന്നിയാ കൂടുതൽ തിന്നെ. കാട്ടില് പന്നി ഉണ്ടല്ലോ, അപ്പൊ അതങ്ങനെ ഞങ്ങളെക്കാളും കുഴിച്ചെടുക്കും പന്നി. അപ്പൊ അവര് തിന്ന ബാക്കിയൊക്കെ ഞങ്ങൾ പോയി കുഴിച്ചെടുക്കും. എന്തെങ്കിലും രസകരമായ അനുഭവങ്ങൾ ഉണ്ടോ ഈ ഒന്ന് പറയാൻ പറ്റുമോ? ഏത്? ഈ കിഴങ്ങുകൾ പറിക്കാൻ പോകുമ്പോൾ ഉണ്ടായിട്ടുള്ള? കിഴങ്ങ് ഇങ്ങനെ ഒച്ചയിട്ടും കൂക്കും വിളിച്ച് കാട്ടിലേക്ക് കയറണം, അല്ലെങ്കിൽ ആ കിഴങ്ങ് കിട്ടൂല. അത് അടുത്തടുത്തും ഉണ്ടാവില്ല, കുറച്ച് ദൂരെയാ കിഴങ്ങൊക്കെ ഉണ്ടാവുന്നത്. അത് കാട്ടിക്കൂടെ എന്നെ കയറി ഇറങ്ങി നടക്കണം. രാവിലെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ വൈകുന്നേരം ആയിരിക്കും വരുന്നത്. അത് കുഴിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, പെട്ടെന്നൊന്നും കിട്ടൂല. ഞങ്ങളിവിടെ അങ്ങാടിയിലൊക്കെ കാച്ചലും അത് ഇതൊക്കെ വിൽക്കുന്നുണ്ട്, അതുപോലത്തെ കിഴങ്ങല്ല അത്. വള്ളി പോലെ നൂല് പോലെ ഇറങ്ങിപ്പോവും.
മണ്ണിനടിയിലോട്ട് വളരെ നീളത്തിൽ പോകും. അപ്പം അത് കുഴിച്ചും എടുക്കുവാണെങ്കിൽ കുറച്ച് കഷ്ടപ്പാടുണ്ട് ഞങ്ങൾക്ക്. ആ അത് ചില വള്ളിയിൽ ചില കിഴങ്ങ് ചെറുതായിരിക്കും, അത് തികയൂല. ഒരു 10 കിട്ടിയാലും അത് തികയില്ല. ചെറിയ കിഴങ്ങായിരിക്കും. കുറച്ച് വലിയ വള്ളിയിലാണെങ്കിൽ കുറച്ച് വലുതൊക്കെ കിട്ടും. അപ്പം ഞങ്ങളത് കൊണ്ടുവന്ന് പുഴുങ്ങും ചെയ്യും. കഴുകി നല്ലോണം വൃത്തിയാക്കി ഒരു പാത്രത്തിലിട്ട് ആവി പിടിക്കുന്ന പോലെയാണ്. ആവിയിൽ ഞങ്ങൾ പലഹാരമൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ, അതുപോലെ ഞങ്ങൾ വെച്ച് ആവിയിൽ വെച്ച് ഉണ്ടാക്കിയെടുക്കും. ഇത് ഉണക്കിയെടുക്കാൻ തോന്നുന്നു. അത് ഉണക്കി കഴിഞ്ഞാൽ തിന്നാൻ പറ്റില്ല. ഭയങ്കര ഉറപ്പായിരിക്കും. പച്ചയ്ക്ക് തന്നെ തിന്നണം, വേവിച്ച്. ഇത് പിന്നെ അത് കുറെ നേരം ഇരുന്ന് കഴിഞ്ഞാൽ അന്നേരം ചൂടോടെ തിന്നുവാണെങ്കിൽ കുറച്ചൊക്കെ തിന്നാം. അല്ലെങ്കിൽ ചൂടാറി കഴിഞ്ഞാൽ അത് കല്ല് പോലെ ഉണ്ടാവും. പക്ഷെ അത് ചുട്ടും തിന്നാം. പിറ്റേ ദിവസം ഞങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ അത് ചുട്ടു തിന്നുന്നതാണ്. തീക്കനൽ കാത്തിട്ട് ചുട്ടു തിന്നും. അത് ചുട്ടു തിന്നുന്നതും പുഴുങ്ങി തിന്നുന്നതും വ്യത്യാസമുണ്ട്, രുചി വ്യത്യാസം. അങ്ങനെയാണ് ഞങ്ങൾ കാട്ടിൽ പോയിട്ട് കനലിൽ ചുട്ടു തിന്നും. ചെറുതൊക്കെ ചുട്ടു തിന്നും, വലുതൊക്കെ ഞങ്ങൾ ആവിയിൽ വെച്ച് തിന്നും. കിഴങ്ങ് വർഗ്ഗങ്ങളും കൂൺ വർഗ്ഗങ്ങളും ശരിക്കും പറഞ്ഞാൽ വളരെയധികം പോഷക ഗുണമുള്ള 2 വസ്തുക്കളാണ്. നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്നത്, നമ്മൾ അതിന് വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാതെ പോകുന്നതാണ്. നമ്മൾ അരി, ചോറ് ഇതിലൊക്കെ കൂടുതൽ ശ്രദ്ധിക്കുകയും എന്നാൽ ഇത്തരത്തിലുള്ള കൂണ്, കിഴങ്ങ് പോലെയുള്ള ചില പ്രത്യേക വിഭവങ്ങളെ നമ്മൾ പാടെ തഴയുകയും ചെയ്യുന്നൊരു ഇതുണ്ട്. പലപ്പോഴും ആളുകൾക്ക് അറിയാത്തത് കൊണ്ടായിരിക്കും ഇതിനെ പറ്റിയിട്ട്. ഈ പ്രത്യേകിച്ച് കൂണൊക്കെ ആകുമ്പോൾ വിഷക്കൂണുകൾ ഉള്ളതുകൊണ്ട് ആളുകൾക്ക് ഭയം ഉണ്ടാവും, കണ്ടുപിടിച്ച് ഇതാണെന്ന് പറയാൻ പറ്റില്ല. നമ്മളതിനെ കൃഷി ചെയ്യാനുള്ള ശ്രമങ്ങൾ കുറവാണ് അല്ലേ? കുറച്ച് പേരൊക്കെ ഇപ്പൊ കൂണൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ. ഉണ്ട്, കൂൺ ഉണ്ടാക്കുന്നുണ്ട്. കൂൺ വളർത്തൽ ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ വ്യവസായമായിട്ട് മാറിയിട്ടുണ്ട്. നമ്മളൊരു ഇന്ത്യ ഒരു 4ാം 5ാം സ്ഥാനത്താണ് ശരിക്കും ഈ കൂണുകളുടെ ഈ കൃഷിയിൽ. ശരിക്കും പറഞ്ഞ ചൈനയാണ് ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നത്. 275 ടണ്ണിന് മേലെ ഒക്കെ ചൈന ഉൽപ്പാദിപ്പിക്കുന്നത്, നമ്മൾ അതിലും കുറവാണ്. പക്ഷെ എന്നാലും നമ്മുടെ ഒരു സാന്നിധ്യം, കൂണുകളുടെ വിപണനത്തിലൊരു സാന്നിധ്യം ഇന്ത്യക്കുണ്ട്. പക്ഷേ നമ്മുടെ കാലാവസ്ഥകൾ ശരിക്കും കൂണ് വളർത്താൻ അനുയോജ്യമാണ്. എന്നാലും നമ്മളത് വേണ്ട വിധത്തിൽ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം. പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ നമുക്ക് കൂണ് വാണിജ്യാടിസ്ഥാനത്തിൽ വളർത്തിയെടുത്ത് വിപണനം നടത്തി അതിൻ്റെ പല ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വിൽക്കാനുള്ള സാധ്യത അധികം കേരളത്തിൽ പ്രത്യേകിച്ച്. പക്ഷെ നമ്മളതിനുള്ള ശ്രമങ്ങൾ, പ്രധാനമായിട്ട് ഇതാണ് കാര്യം, ഇതിനെക്കുറിച്ച് അറിവില്ല. കണ്ടു കഴിഞ്ഞാൽ തിരിച്ചറിയാൻ പറ്റണം, ഭക്ഷ്യയോഗ്യമായത് എങ്ങനെ തിരിച്ചറിയാൻ പറ്റണം അല്ലേ? അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോണ്ടായിരിക്കണം നമ്മൾ അതിലേക്ക് ഇറങ്ങാതെ. പക്ഷെ ഇറങ്ങേണ്ട സമയമായി. പലപ്പോഴും കാടുകൾ നമുക്കിങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പം ഇത്തരത്തിലുള്ള ഈ കൂണും കിഴങ്ങുകളും കൂടെ നമുക്ക് അതിൻ്റെ കൂടെ നഷ്ടമാവുന്നുണ്ട് എന്നുള്ളതാണ് അല്ലേ? അങ്ങനെ നഷ്ടപ്പെട്ട് പോകുന്നുണ്ട്. കാടുകളിൽ വന്നിട്ടുള്ള ശോഷണം കാരണം പണ്ട് കണ്ടിട്ടുള്ള കൂണുകൾ ഇപ്പൊ കാണാത്തതായിട്ട് തോന്നിയിട്ടുണ്ടോ? കൂണുകളും കിഴങ്ങുകളും അതെ ഉണ്ടാവും. ചെറുപ്പത്തിലൊക്കെ കഴിച്ചിട്ടുള്ള കൂണുകളൊന്നും ഇപ്പൊ കാണുന്നില്ല. അപ്പൊ ഇപ്പൊ കുറച്ച് കൂണൊക്കെ ഈ നാട്ടിൽ നിന്ന് പോയി. അത് ചെറിയ കൂണായിരുന്നു, അത് പുറ്റ് നിറച്ചുണ്ടാവും. അത് ഈ വെള്ളം കൊണ്ട് പൊതിച്ച് വെച്ച പോലെ ഉണ്ടാവും ആ കൂണ്. കാണാൻ നല്ല രസം ഉണ്ടാവും. അത് ഇച്ചിരി പുറ്റിലുണ്ടാവുന്ന ചെറിയ കൂണ്, അരിക്കൂണ് പോലെ ഉണ്ടാവും. ആ കൂണൊന്നും ഇപ്പൊ ഇല്ല കാട്ടിക്കൂടെ. ഇല്ല. അരിക്കൂണ് വേറെ സൈസ് ഉണ്ടാവും, അത് നിലത്തു കൂടെ ഉണ്ടാവുന്നേ, അതും കുറെ ഉണ്ടാവും. പക്ഷെ പുറ്റിലുണ്ടാവുന്നത് ഇപ്പൊ അങ്ങനെ ഓരോരോ ഭാഗമൊന്നും ഇല്ല. അങ്ങനെയൊക്കെ കൂണ് പല സൈസ് കൂണൊക്കെ ഉണ്ടാവും. ഈ പുറ്റിലുണ്ടാകുന്ന കൂണ് ശരിക്കും പറഞ്ഞാൽ എന്തെന്ന് വെച്ചാൽ ഈ കൃഷി ചെയ്ത് ഉണ്ടാക്കുന്ന കൂണുകളാണ്. അതാണ് ഇതിന്റെ രസകരമായിട്ടുള്ള കാര്യം അല്ലേ? അതിപ്പോ വളമൊന്നും ഇടുന്നില്ലല്ലോ, ചെതൽ മാത്രല്ലേ ഉണ്ടാവും. ആ പുറ്റ് നിറച്ചും ചെതലുണ്ടാവും. ആ ചെതലക്കകത്താണ് ഇതൊക്കെ ആ സമയത്തെ പൊന്തി വരുള്ളൂ. എല്ലാ സമയത്തൊന്നും ഉണ്ടാവില്ല. ആ സമയത്തെ ആ കൂണും പല സൈസ് കൂണൊക്കെ ഉണ്ടാവുന്നത്.
അതിനൊരു സമയമൊക്കെ ഉണ്ടാവും. ആ സമയത്ത് ഇന്ന സൈസ് കൂണ്, അരിക്കൂണും വെള്ളരക്കൂണും അതൊക്കെ ഉണ്ടാവും. ആ, ഈ ചെതൽക്കൂണിൻ്റെ ഒരു ശാസ്ത്രീയമായിട്ടുള്ള ഒരു വസ്തുത പറയുകയാണെങ്കിൽ എന്താണെന്ന് വെച്ചാൽ, ചെതലുകൾ അവരുടെ മുട്ട വിരിഞ്ഞ് വരുന്ന ചെറിയ ചെതൽക്കുഞ്ഞുങ്ങൾക്ക് ഭക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള കൂണുകൾ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഫംഗസാണ്. ഫംഗസുകളുടെ ഒരു കായ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഈ കൂണുകളെ. അത് അവരുടെ നമ്മൾ മരങ്ങളും ചെടികളൊക്കെ അവരുടെ കായ്കനികൾ വെച്ച് പിന്നീട് പല സ്ഥലങ്ങളിലേക്ക് വ്യാപിച്ചു പോകുന്നത് പോലെ ഈ ഫംഗസിൻ്റെ കായകളാണ് ശരിക്കും പറഞ്ഞാൽ കൂൺ. ഇതിൽ നിന്നാണ് ഇതിൻ്റെ വിത്തുകൾ പോകുന്നത്. അപ്പോൾ വിത്തുകൾ ഇങ്ങനെ കാറ്റിൽ സ്പ്രെഡ് ചെയ്തു പോകും. അപ്പം ഈ കൂണുകൾ അത് കൂണാവാതെ നമുക്ക് ഈ ചെതലുകൾക്ക് അവരുടെ ചെതൽപ്പുറ്റുകളുടെ ഉള്ളിൽ വളർത്താൻ പറ്റും. അപ്പോൾ ചെതലുകൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ, പല സ്ഥലങ്ങളിൽ നിന്നും ഇലകളും അതുപോലെ തന്നെ ഇങ്ങനെ ദ്രവിച്ച് തുടങ്ങുന്ന മരക്കഷ്ണങ്ങളൊക്കെ ചവച്ച് കൊണ്ടുവന്ന് ഇത്തരത്തിലുള്ള ചെതൽപ്പുറ്റുകളുടെ അകത്ത് സൂക്ഷിക്കും. അവർക്ക് അതിനായിട്ടുള്ള ചില അറകളൊക്കെ ഉണ്ട് ചെതൽപ്പുറ്റിൻ്റെ ഉള്ളിൽ. ഈ ചെതൽപ്പുറ്റിൻ്റെ ഉള്ളിൽ ഇത്തരത്തിലുള്ള അറകളിൽ ഇവർ ഇത്തരത്തിലുള്ള പകുതി ചവച്ച് വെച്ച് അല്ലെങ്കിൽ പകുതി ദഹന പ്രക്രിയ നടത്തി വെച്ച ഇലയും മറ്റുള്ള വസ്തുക്കളൊക്കെ കൊണ്ട് നിക്ഷേപിക്കും. അതിലേക്ക് കുറച്ച് ഈ കൂണ് അല്ലെങ്കിൽ ഫംഗസിൻ്റെ മൈസീലിയം എന്ന് പറയും അതിൻ്റെ ശരീരത്തിന്, അത് കൊണ്ട് നിക്ഷേപിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ പാലിൽ കുറച്ച് തൈരൊഴിച്ച് ഉറയാക്കുന്നത് പോലെ ഈ മരത്തിൻ്റെ അല്ലെങ്കിൽ ഇലകളുടെയൊക്കെ മുകളിലേക്ക് കുറച്ച് ഈ ഫംഗസിനെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ കുറച്ച് കാലം കൊണ്ട് ഇത് മുഴുവൻ ഈ ഫംഗസുകൾ ഉപയോഗിച്ച് അതിലെ പോഷക ഘടകങ്ങളൊക്കെ ഫംഗസുകൾ അതിൻ്റെ ശരീരത്തിൽ വയ്ക്കും. അപ്പോൾ ഈ കുട്ടികൾ മുട്ട വിരിഞ്ഞ് വരുന്ന ഈ ചെതൽക്കുട്ടികൾക്ക് ഈ വർക്കർ ആൻസ് അല്ലെങ്കിൽ വർക്കർ ടെർമൈറ്റ്സ് എന്ന് പറയുന്നത് വെച്ചാൽ ജോലിക്കാരായിട്ടുള്ള ഈ ചെതലുകൾ വന്നിട്ട് ഇത് പറിച്ചു കൊണ്ടുപോയിട്ട് കൊടുക്കും. അത് ശരിക്കും പറഞ്ഞാൽ നല്ല പോഷകസമൃദ്ധമായിട്ടുള്ള ഈ ഭക്ഷണമാണ്, ബേബി ഫുഡ് പോലെയാണ്. അപ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് പെട്ടെന്ന് വളർച്ച വയ്ക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ചെതൽപ്പുറ്റുകളുമായിട്ട് മാത്രം ബന്ധപ്പെട്ട് വരുന്ന കൂണുകളുടെ പ്രത്യേകത ഇതാണ്. അവർ ശരിക്കും ഈ ചെതലുകൾ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന കൂണുകളാണ്. മഴയൊക്കെ പെയ്യുമ്പം പുറമേ നല്ല അതിനുള്ള അവസ്ഥകളൊക്കെ വരുമ്പം, അതായത് ആവശ്യ ഈർപ്പം, അന്തരീക്ഷത്തിൽ നൈട്രജൻ്റെ കണ്ടൻറ്റ്, ഇടിവിട്ടൊക്കെ വരുമ്പം നൈട്രജൻ്റെ കണ്ടൻറ്റൊക്കെ വരുമ്പം ഈ അകത്ത് വളരുന്ന ഫംഗസുകൾ രക്ഷപ്പെട്ടിട്ട് പതുക്കെ പുറത്ത് വന്നിട്ട് അവർ എന്ത് ചെയ്യും, ഇതുപോലെ തന്നെ അവരുടെ ഫ്രൂട്ട് ചെയ്യാൻ കായ ഉണ്ടാക്കും. അപ്പോഴാണ് നമുക്ക് ഈ പുറത്ത് മുഴുവൻ ഈ കൂണുകളെ കാണുന്നത്. അപ്പം ഇത്തരത്തിലുള്ള കൂണുകളുടെ പ്രത്യേകത അതുകൊണ്ടാണ് ഈ ചെതൽപ്പുറ്റ് മാത്രവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഇത്തരം കൂണുകൾ നമ്മൾ കാണുന്നത്. ഇതുപോലെ മറ്റു ചില കൂണുകളുണ്ട്. പന്നിക്കൂൺ അല്ലേ? പന്നിക്കൂണ് കേട്ടിട്ടില്ല? നല്ല വലുപ്പമുള്ള തടിയൊക്കെ ഉള്ളൊരു കൂണാണ് അല്ലേ? അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാം? പന്നി അത് ഇപ്പൊ നിലത്തൊന്നും കൂട് വെക്കുന്നില്ല. അതെ, അത് ഒരു ചെറിയ പന്നിക്കൂണാ? പന്നിക്കൂണെന്ന് അത് എനിക്കറിയില്ല. പന്നിക്കൂൺ എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു തടിച്ച ഒരു നല്ല വലുപ്പമുള്ള ഒരു കൂണ് കാണും. ഒരു മഞ്ഞ നിറത്തിലൊക്കെ ഉള്ള ഒരു കൂണാണ്. അങ്ങനെ ചില സ്ഥലങ്ങളിൽ, എല്ലാ സ്ഥലത്തും അത് എല്ലാ സ്ഥലത്തും ഒന്നും ഉണ്ടാവില്ല, ചില സ്ഥലത്തേ ഉണ്ടാവുള്ളൂ. ആ പേരും അത് തന്നെയാണോ എന്ന് അറിയില്ല. അപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ പേര്, അതാണ് അതിൻ്റെ വേറെ പ്രത്യേകത. നമ്മളിപ്പോൾ ഈ കൂണുകൾ തപ്പി പോകുമ്പോൾ ഒരു സ്ഥലത്ത് പോകുമ്പോൾ നമ്മളൊരു പേരിൽ അറിയപ്പെടും. കുറേ മറ്റു സ്ഥലങ്ങളിൽ പോകുമ്പം ഇതേ കൂണിനെ ചിലപ്പം മറ്റൊരു പേരിലായിരിക്കും അറിയപ്പെടും അല്ലേ? അത് പലപ്പോഴും നമുക്കൊരു ബുദ്ധിമുട്ട് എന്ന് വെച്ചാൽ അവിടെയുള്ള ആളുകൾക്ക് കുഴപ്പമുണ്ടാവില്ല, പക്ഷേ ഈ അല്ലാതെ ഇതിനെക്കുറിച്ച് വലിയ ഇതില്ലാത്ത ആളുകൾക്ക് ഇത് പലപ്പോഴും തെറ്റിദ്ധാരണാജനകമാണ്. ഇപ്പോൾ വയനാട് പോയിട്ടൊരു കൂണ് ഇതാണെന്ന് പറയും. ചിലപ്പോൾ ഒരു പക്ഷേ നമ്മൾ ഇടുക്കിയിലോ മൂന്നാറോ പോയിട്ട് ഇതേ കൂണ് കാണും, പക്ഷെ അവർ വേറൊരു പേരാണ്. അപ്പം അത് ഒന്നാണോ എന്നുള്ള ഒരു സംശയം പലർക്കും വരാറുണ്ട്. അപ്പം ഇത് പരിഹരിക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങൾ ഇതിൽ നടത്തിയേ പറ്റൂ. കൂണുകളെക്കുറിച്ച് പഠനം നടത്തണമെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ പരമ്പരാഗതമായ അറിവുകളെ ഇതിലേക്ക് കൊണ്ടുവരികയും വേണം. എന്നാലേ നമുക്ക് അറിയുള്ളൂ, കാരണം ഭക്ഷ്യയോഗ്യമായിട്ടുള്ള ആണോ അല്ലയോ എന്നൊക്കെ ഉള്ളത്. എന്നിട്ട് ഈ പേരുകളൊക്കെ ശരിക്കും പറഞ്ഞാൽ സയൻറ്റിഫിക്കലി എന്ന് വെച്ചാൽ ശാസ്ത്രീയമായിട്ട് ഒരേ പേര് കൊടുക്കണം. എന്നാൽ നമുക്കിത് ഉപയോഗിക്കാം. ഈ പറഞ്ഞ പോലെ അല്ലേ, വിപണനത്തിന് ഉപയോഗിക്കാൻ സാധ്യത കൂടണം എന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ആളുകൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റണം. അതെ, അപ്പൊ അത് കാണാത്ത കൊണ്ടും അറിയാത്ത കൊണ്ടാണ് ആൾക്കാർക്ക് അറിയാത്തത്. അതെ, അത് ഉപയോഗിക്കാനും പറ്റാത്തത്, കൂടുതൽ ആളുകൾ വാങ്ങാത്തതും, അല്ലെങ്കിൽ നമുക്കത്
കാര്യം പറഞ്ഞാൽ ഈ കിഴങ്ങു വർഗവും കൂണും വർഗവും ഒക്കെ അത് ഉണ്ടാവുന്ന സമയത്ത് ആരും വരുവുമില്ല അങ്ങോട്ട്. അത് അന്വേഷിച്ച് ആരും വരുന്നുമില്ല. അതാണ് ഞങ്ങൾക്കിപ്പം ഇങ്ങനെയൊക്കെ വിൽക്കാനൊക്കെ ഒന്നും ഞങ്ങൾക്ക് അറിയില്ല. അതിൽ ഇങ്ങനെ ഉണക്കി പാക്കാക്കി പിന്നെ വിൽക്കുവാണെങ്കിൽ അത് ഇന്ദു മേഡത്തിനോട് പറഞ്ഞാലും മതിയായിരുന്നു. ഇനി ആ മേഡത്തിന് എന്നെ ഇനി ആ മേഡത്തിനോട് അത് ഉണ്ടാവുമ്പോൾ ഇനി ആ മേഡത്തിനെ ഞാൻ പറയും, ഇന്ന സമയത്ത് കൂണുണ്ടായിട്ടുണ്ട്, അത് ഞങ്ങൾ പറിച്ച് ഉണക്കി അത് പാക്കാക്കി വെക്കുമ്പോൾ മാഡം അത് എന്തെങ്കിലും ചെയ്യുമെന്ന് ചോദിച്ചു നോക്കണം. അതാണ് ഇത്തരത്തിലുള്ള സർക്കാർ സ്ഥാപനങ്ങൾ ഈ ഒരു മേഖലയിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തണം. കാരണം നമ്മുടെ ഒരു വിഭവമാണ് നമ്മളിവിടെ ശ്രദ്ധിക്കാതെ കളഞ്ഞു പോകുന്നത്. ഒരു അന്താരാഷ്ട്ര വിപണിയിലും നമ്മുടെ വിപണിയിലും എല്ലാ രീതികളിലും വളരെയധികം ഉപയോഗിക്കാൻ പറ്റുന്ന കൂണ്, കിഴങ്ങ്, ഇത് രണ്ടും സർക്കാർ സ്ഥാപനങ്ങൾ നമ്മൾ അധികം അതിൽ ശ്രദ്ധ കൊടുക്കുന്നത്. അതിൻ്റെ കാര്യം ഇതാണ്, അതിൽ പഠനങ്ങൾ അധികം നടക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇത്തരം മേഖലകളിലേക്ക് കൂടുതൽ പഠനം, ഇപ്പം നമ്മുടെ തട്സ് പോലുള്ള സ്ഥാപനങ്ങൾ കൂടുതൽ അതിലേക്ക് ശ്രദ്ധ ചെലുത്തണം എന്നുള്ളൊരു അഭിപ്രായം എല്ലാവർക്കും ഉണ്ട്, അല്ലേ? ഈ ചെറിയ തോതിൽ തുടങ്ങിയിട്ടുണ്ടാകാം, പക്ഷെ അത് പോരാ. കുറെ കൂടെ നല്ല രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ ഈ നമ്മുടെ ആരോഗ്യപ്പച്ച എന്ന് പറയുന്നൊരു ചെടി ഉണ്ടായിരുന്നു, നമ്മുടെ തിരുവനന്തപുരത്ത് പാലോട് ആ ഭാഗങ്ങളിലൊക്കെ ഉള്ള ഇതാണ്. അപ്പോൾ അതിന് ജീവനി എന്ന് പറയുന്നൊരു ഔഷധമാക്കി മാറ്റിയിട്ട് സർക്കാരിൻ്റെയും അതുപോലെ തന്നെ ആ പരമ്പരാഗത അറിവുള്ളവർക്കും രണ്ടുപേർക്കും ഉപയോഗം വരുന്ന രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. നമ്മൾ അതിനൊരു ശരിക്കും പറഞ്ഞ ഒരു ഉദാഹരണം ഉണ്ട് പറയാം. ജീവനി എന്ന് പറയുന്നത് അതായിരുന്നു. പല കാരണങ്ങൾ കൊണ്ട് പിന്നീട് അത് നിന്നുപോയി, അത് വിപണനം അത്ര വിജയിച്ചില്ല. അതിൻ്റെ കാരണം മറ്റു പല കാരണങ്ങളാണ്, പക്ഷേ സാധ്യതയാണ്. അതൊരു ഉദാഹരണമാണ് എങ്ങനെ നമുക്കിങ്ങനെ ഒരുമിച്ച് പരമ്പരാഗത രീതിയിലുള്ളതും സർക്കാർ ഇടപെടലുകളും ഇതിലേക്ക് കൊണ്ടുവരാം എന്നുള്ളതിൻ്റെ ഉദാഹരണം. അപ്പം തീർച്ചയായിട്ടും കിഴങ്ങുകൾ പ്രത്യേകിച്ച് ഒരുപാട് കിഴങ്ങുകൾ വർഗ്ഗങ്ങളുണ്ട്. കിഴങ്ങുകൾക്ക് ഈ പറഞ്ഞ പോലെ കൂണിനേക്കാളും എളുപ്പമാണ് എനിക്ക് തോന്നുന്നത് കണ്ടുപിടിക്കാനും ഒക്കെ. കാരണം കൂണൊരു ചെറിയ സമയത്തേ ഉണ്ടാവുള്ളൂ, പെട്ടെന്ന് കേടുന്നു അല്ലേ? ഉപയോഗിക്കാൻ അങ്ങനെ സൂക്ഷിച്ചു വെക്കുന്നതിനെ പറ്റിയിട്ട് എന്തെങ്കിലുമൊക്കെ? അത് ഇപ്പം കിഴങ്ങിൻ്റെ വള്ളിയൊന്നും കാണൂല. ഇപ്പം അതൊക്കെ മരത്തെ കൂടെ കയറിപ്പോയിട്ട് അതൊക്കെ ഒടിഞ്ഞൊടിഞ്ഞു പോകും. അത് കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായി പോകും. മേഡം പറഞ്ഞായിരുന്നു, ഇന്ദു മേഡം പറഞ്ഞായിരുന്നു ആ കിഴങ്ങ് ഇച്ചിരി കൊണ്ടുവരുമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, മേഡം ഇപ്പം ആ കിഴങ്ങിൻ്റെ വള്ളി തപ്പി പിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അത് എല്ലാം ഒടിഞ്ഞൊടിഞ്ഞ് പോകും, അതിഞ്ഞ് മുളച്ച് വരണം, അന്നേരം ഞങ്ങൾക്ക് ആ കിഴങ്ങ് എടുക്കാൻ പറ്റുള്ളൂ. അതിപ്പോൾ എവിടെ ഉണ്ടായിട്ടുണ്ട്, എവിടെ അതിൻ്റെ ചോടൊന്നും ഞങ്ങൾക്കറിയില്ല. അതൊക്കെ മെല്ലെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ആ ഇലയ്ക്ക് കുറേ കരിയിലൊക്കെ ഉണ്ടാവും, ആ കരിയിലൊക്കെ വീണ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞങ്ങൾക്ക് അറിയില്ല. അല്ലെങ്കിൽ പന്നി തിന്ന കുഴിക്കാത്തായിരിക്കും, കുഴിച്ചാൽ അത് ഒരു കഷ്ണമൊക്കെ കിട്ടും. അല്ലെങ്കിൽ വള്ളി അങ്ങനെ ഇപ്പം കാണൂല. ഞാൻ പറഞ്ഞു മേഡത്തിനോട് ഇപ്പോൾ വള്ളിയൊന്നും കാണൂല, അത് വള്ളിയൊക്കെ ഒടിഞ്ഞു പോയി, അല്ലെങ്കിൽ ഒരു കഷ്ണമൊക്കെ കൊണ്ടുവരാറുന്നു എന്ന് പറഞ്ഞായിരുന്നു. അപ്പം അത് ഉണ്ടാവുമ്പോൾ മേഡം പറഞ്ഞു കുറച്ച് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഈ കാടുകളിലല്ലാതെ മറ്റു സ്ഥലങ്ങളിൽ നട്ടാലുണ്ടാവുമോ, അതോ കാട് തന്നെ? ഇല്ല, അത് മറ്റു സ്ഥലത്തൊന്നും ഉണ്ടാവൂല, അത് കാട്ടിൽ തന്നെ ഉണ്ടാവുള്ളൂ. ആ കിഴങ്ങ് കാട്ടിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ വീടുകളൊക്കെ ഉണ്ടാവും, കാച്ചലും അത് ഇതൊക്കെ ഉണ്ടാവും, പക്ഷെ അതിൻ്റെ കിഴങ്ങല്ല കാട്ടിലത്തെ കിഴങ്ങ്. അത് പ്രത്യേകിച്ച് ഒരു കാട്ടിലത്തെ കിഴങ്ങാണ്. അത് ഞങ്ങൾ ചെറുപ്പത്തൊട്ട് തിന്നു വളർന്നതാണ്. ഒരു നേരം ഞങ്ങൾ അത് ഭക്ഷണം അരി ഒന്നും ഇല്ലെങ്കിലും ഞങ്ങൾ രാവിലെ പോകും, ഇന്നെ പോലെ ഞങ്ങൾക്ക് ഇന്ന് ഭക്ഷണമൊന്നും ഇല്ല, ഞങ്ങളുടെ ഭക്ഷണം കാട്ടിലുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി പോയിട്ട് അത് കുഴിച്ചെടുത്ത് കൊണ്ടുവന്ന് അത് പുഴുങ്ങിയെടുക്കും ഞങ്ങൾ. അതാണ് ഞങ്ങളൊക്കെ തിന്ന് വലുതായത്. പക്ഷേ ഞങ്ങൾ നാട്ടിലത്തെ ചോറും അന്നേരമൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അരിയും സാധനങ്ങളൊക്കെ അങ്ങനെയൊന്നും കിട്ടൂലായിരുന്നു. ഞങ്ങൾ കിഴങ്ങിലാണ് ഞങ്ങൾ വലുതായത്. കിഴങ്ങിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ അച്ഛന്മാരും അമ്മമാരും ചെറുപ്പത്തിലേക്ക് ചിലപ്പോൾ അത് കുഴിച്ചെടുത്തുകൊണ്ട് വന്നിട്ട് അത് ഞങ്ങൾക്കൊക്കെ അന്നേരം പുഴുങ്ങി നെല്ലാണാക്കി പുഴുങ്ങി തരും. പക്ഷെ കൂണും ഉണ്ടാവും, അതൊരു ചെറിയ കറിയും ഉണ്ടാവും ആ കിഴങ്ങിൽ തിന്നാൻ. അങ്ങനെയൊക്കെ ഞങ്ങളുടെ അപ്പന്മാരും അമ്മമാരും ഞങ്ങളെ വലുതാക്കി എടുത്തത്. പക്ഷെ ഞങ്ങൾ ഇപ്പോഴത്തെ ഭക്ഷണത്തിലല്ല ഞങ്ങൾ വലുതായത്, ഞങ്ങൾ കിഴങ്ങിലാണ് വലുതായത്. ഞങ്ങൾക്ക് അത് തിന്നലേ ഞങ്ങൾക്കൊരു സമാധാനമേ ഉള്ളൂ.
പക്ഷെ ഇപ്പോഴത്തെ ചോറും കറിയും പോലെ അല്ല ആ കിഴങ്ങും കൂണും ഒക്കെ. ഇപ്പോഴത്തെ ഭക്ഷണത്തിന് എല്ലാത്തിലും മരുന്നല്ലേ. ആ കിഴങ്ങിൽ അങ്ങനത്തെ ഒരു മരുന്നും ഒന്നും ഉണ്ടാവില്ല. അത് സാധാരണ മണ്ണിൽ തന്നെ ഉണ്ടാവുന്ന കിഴങ്ങാണ്. ആ ഈ കൂണുകൾക്കൊക്കെ പോഷക ഗുണങ്ങളുണ്ട്, പക്ഷെ അതുപോലെ തന്നെ ഇവർക്ക് ഔഷധ ഗുണങ്ങളുണ്ട് അല്ലേ? കിഴങ്ങിനും ചില കൂണുകൾക്കൊക്കെ പ്രത്യേകിച്ച്. അങ്ങനെ ഔഷധ ഗുണങ്ങളുള്ള ഉപയോഗിക്കുന്ന കൂണുകളെ കുറിച്ചൊന്ന് പറയാൻ പറ്റുമോ? അത് വെള്ളാരക്കൂണ് ഒന്ന് ഉപയോഗിക്കും. അത് എന്തിനൊക്കെ ഉപയോഗിക്കുന്ന വെള്ളാരക്കൂണ്? അതൊക്കെ പുറ്റിൽ തന്നെ ഉണ്ടാവുന്നു. അല്ല, എന്ത് അസുഖങ്ങൾ വരുമ്പോ ഈ അസുഖങ്ങൾ വരുമ്പോ കൂണുകൾ ഉപയോഗിക്കാം. ചിലവർക്ക് അത് അസുഖത്തിനൊക്കെ നല്ലതെന്നാ പറയുന്നേ. അതെന്ത് അസുഖങ്ങളാണ് പൊതുവെ നമ്മൾ ഉപയോഗിക്കാറുള്ളത്? അസുഖമെന്ന് എനിക്കറിയില്ല. ഇല്ല, അങ്ങനെയുള്ള കുറെ കൂണുകൾ ഉണ്ടാവും ഈ ഇതിന് ഔഷധത്തിന് മാത്രമായിട്ട് ഉപയോഗിക്കുന്ന. അത് കുറച്ചറിയില്ല എനിക്ക്. ഈ കൂണുകളിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഔഷധ ഗുണമുള്ളതുമുണ്ട്, പോഷക ഗുണമുള്ളതുമുണ്ട്. പോഷക ഗുണമുള്ള കൂണുകൾ അധികം നമുക്ക് കഴിക്കാം. അതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ കൊളസ്ട്രോൾ കുറവാണ് കൂണുകളിൽ. കൊളസ്ട്രോൾ ഇല്ല എന്ന് തന്നെ പറയാവുന്ന, എന്നാൽ മറ്റുള്ള എല്ലാ ഔഷധങ്ങളും പോഷകങ്ങളും ഉള്ള ഒരു വസ്തുവാണ്. പക്ഷെ അതേസമയം ഭക്ഷ്യയോഗ്യമല്ലാത്ത നമ്മൾ കഴിക്കുന്നത് പോഷകത്തിന് വേണ്ടിയിട്ടല്ലാതെ ഉള്ള ചില ഔഷധ ഗുണങ്ങളുള്ള ചില കൂണുകളുമുണ്ട്. വളരെ പ്രത്യേകത ഉള്ള, നമ്മുടെ ക്യാൻസറിനൊക്കെ എതിരെ ഉപയോഗിക്കാൻ പറ്റുന്ന പല കൂണുകളും ഇപ്പോൾ ഗവേഷണത്തിലൂടെ കാണുന്നുണ്ട്. ഇപ്പോൾ ഗാനോഡർമ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില കൂണുകളുണ്ട്. ഈ കൂണുകളെ വളരെയധികം ഉപയോഗിച്ച് തുടങ്ങിയതായിട്ട് കാണാം പല സ്ഥലങ്ങളിലും. ക്യാൻസറിനൊക്കെ ഉപയോഗിക്കാം. അപ്പൊ അങ്ങനെ അത് അറിയുന്ന ആൾക്കാർക്ക് അത് പറയുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ. പക്ഷെ ഇന്ന സൈസ് കൂണോന്ന് അത് എനിക്കറിയില്ല. അതെ. അപ്പൊ അതിന് ശരിക്കും അറിവുള്ള ആൾക്കാരുണ്ടാവും അല്ലേ? ഏതെങ്കിലുമൊക്കെ ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള കണ്ടു കഴിഞ്ഞാൽ തിരിച്ചറിയാൻ പറ്റുന്ന ആളുകൾ ഉണ്ടാവണം ഈ കൂണുകളുമായിട്ട് ഔഷധ ഗുണങ്ങളുള്ള. അത് മറ്റൊരു മേഖലയാണ് ഈ പറഞ്ഞതുപോലെ നമുക്ക് പുറമേക്ക് കൊണ്ടുവരാനും ആളുകൾക്ക് ഉപയോഗപ്രദമാക്കാനുള്ളത്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള മേഖലകളിൽ കൂടുതൽ ഗവേഷണങ്ങൾ ആവശ്യമാണ്. ഇപ്പോൾ പൊതുവെ ഗവേഷകർ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം, ഇപ്പോൾ എന്നെ പോലുള്ളവരൊക്കെ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം എന്താ വെച്ചാൽ, നമുക്ക് ഈ കാടുകളിൽ പോയിട്ട് ഇതിനെ കിട്ടാൻ ചെറിയ പരിമിതികളുണ്ട്. അപ്പോൾ പലപ്പോഴും നമുക്ക് സഹായം പല സ്ഥലങ്ങളിലും കിട്ടാതെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാനും നമുക്ക് പറ്റാറില്ല. അപ്പം അങ്ങനത്തെ ഒരു സന്നദ്ധത ഉണ്ടോ? അതോ പൊതുവേ ഈ പുറമേന്ന് ആളുകൾ ഗവേഷണത്തിന് വരുമ്പം നമുക്കതിനോട് താല്പര്യമാണോ താല്പര്യക്കുറവാണോ സാധാരണ ഉണ്ടാവാറ്? ഇല്ല, ഞങ്ങൾക്ക് അങ്ങനത്തെ താല്പര്യമൊന്നും ഇല്ല. ഞങ്ങൾക്കൊക്കെ നല്ല തന്നെ കാട്ടിലേക്കും കയറുന്ന തേനും, ചെറിയ തേനും വലിയ തേനും ഒക്കെ ഉണ്ടാവും. അതൊക്കെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് പോയിട്ട്, വലിയ തേന് പറിക്കാൻ പോകുമ്പോൾ ആണുങ്ങൾ മാത്രമേ പോവുള്ളൂ. അത് ആണുങ്ങളല്ലേ മരത്തേ കയറുള്ളൂ, പെണ്ണുങ്ങളൊന്നും പോവില്ല. ഇല്ല. പിന്നെ ചെറിയ തേന് പുറ്റിലൊക്കെ ഉണ്ടാവുന്ന അത് പെണ്ണുങ്ങളൊക്കെ പോകും. എല്ലാവരും കൂടെ ഉണ്ടെങ്കിൽ കടിയും പുലിയൊക്കെ ആനയൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒച്ചെടുത്തോണ്ട് ഞങ്ങൾ പാട്ട് പാടിക്കൊണ്ട് പോകും തേനൊക്കെ പറിക്കാൻ. എന്തായാലും കിഴങ്ങുകൾ, കൂണുകൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ അധികം ശ്രദ്ധിക്കാതെ പലപ്പോഴും നമ്മൾ ചെടികളാണ് അല്ലേ, ഔഷധ സസ്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള സസ്യങ്ങളിലാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധ ചെലുത്താറുള്ളത്. പക്ഷേ സസ്യങ്ങളെക്കാളും അല്ലെങ്കിൽ സസ്യങ്ങളോളം തന്നെ ഇത്തരത്തിലുള്ള കിഴങ്ങുകളൊക്കെ സസ്യങ്ങൾ തന്നെയാണ്. പക്ഷേ കൂണുകളും വളരെ പ്രധാനപ്പെട്ട ഒരു വിഭവമാണ് നമ്മുടെ കാടുകൾ സംരക്ഷിക്കേണ്ടതിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് ഇത്തരത്തിലുള്ള സംരക്ഷണങ്ങൾ നമുക്ക് അറിവ് നൽകണം അല്ലേ? തീർച്ചയായും. വേറെ എന്തെങ്കിലും അനുഭവങ്ങൾ ഈ കൂണുകളും കിഴങ്ങുകളുമായിട്ട് പറയാനുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ. എന്തെങ്കിലും പ്രത്യേക നേരിട്ട് ഉള്ള അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. അനുഭവമൊക്കെ ഇങ്ങനെ തന്നെ. ശരി. ഈ കിഴങ്ങുകളും കൂണുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി കാര്യങ്ങൾ നമ്മൾ ഇവിടെ ചർച്ച ചെയ്തു നമ്മുടെ ഈ ചെറിയ സമയത്തിനുള്ളിൽ. അത് വലിയൊരു മേഖലയാണ്. പലർക്കും പല സംശയങ്ങളും പല കാര്യങ്ങളും നമുക്കിതിനെക്കുറിച്ച് പറയാനുണ്ടാകും, ചിലപ്പോൾ സംശയം ചോദിക്കാനുണ്ടാവും. ആരെങ്കിലും അവരവരുടെ അനുഭവങ്ങൾ പങ്കിടാനും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും അല്ലെങ്കിൽ നമ്മളോട് പറഞ്ഞു തരാൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന്
അരുൺകുമാർ സാറിനോടാണ്. സാറ് തുടങ്ങിയിട്ട് പിന്നെ പെട്ടെന്ന് നിർത്തിക്കളഞ്ഞു. ഈ ഇടിവെട്ടും കൂണും തമ്മിലുള്ള ഒരു ബന്ധം, അതാണ് ഒന്നാമത്തെ കാര്യം. അതിൻ്റെ ഒരു ശാസ്ത്രീയ വശം പറഞ്ഞാൽ കൊള്ളാം, ഒന്നാമത്തെ. പിന്നെ തങ്കമണിയോടുള്ളത്, ഈ നിങ്ങൾ ഈ കിഴങ്ങ് ഇതൊക്കെ പറിക്കാൻ പോകുന്ന സമയത്ത് കൂട്ടമായി പാട്ടൊക്കെ പാടിയിട്ടാണ് പോകാറുള്ളത്. അപ്പോൾ ആ പാട്ടിൻ്റെ എന്തെങ്കിലും ഒരു വരികളും കൂടി വീഴാണെങ്കിൽ വളരെ രസകരമാവും. അങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പാട്ട് വേറെ പാട്ട് പാടാം. ഞാൻ രാസയ്യൻ്റെ പാട്ട് പാടാം. രാസയ്യരോ രജ രാസയ്യരോ രജ രാസയ്യരോ രാജപൂമാലത രാസയ്യരോ രജ രാസയ്യരോ രജ രാസയ്യരോ രാജപൂമാലത രൈ സംബദേ രജ രൈ സംബരേ രജ രൈ സംബരേ രാജപൂമാലത ಇಂಪಿಮುಳ್ಳು ನರಗಮುಳ್ಳು ಸೈ ಸಂಬಗ ನರಗಿದೆ ಇಂಬಿಮುಳ್ಳು ನರಗಮುಳ್ಳು ಸೈ ಸಂಬಗ ನರಗಿದೆ ಕುಟ್ಟಲು ಕುಳಿತು ತಿರುಗಿ ನೋಡು ಲೀಲೆ ಲೀಲೆಂಬದಾರಿ ನನ್ನೆ ನನ್ನೆ ತಾ. സാറ് ചോദിച്ചു, ഇടിവെട്ട് സാധാരണ ഈ ഇടിമിന്നലൊക്കെ ഉണ്ടായി കഴിയുമ്പോഴാണ് കൂണുകൾ പെട്ടെന്ന് വരുന്നതായിട്ട് നമ്മൾ കാണാറ്. അപ്പോൾ പലപ്പോഴും ഇടിവെട്ടും കൂണും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾക്ക് എപ്പോഴും ഒരു സംശയമുള്ള കാര്യമാണ്. ശാസ്ത്രീയമായിട്ടുള്ള കുറേ പഠനങ്ങൾ അത് നടന്നിട്ടുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള. അത് രണ്ട് അഭിപ്രായങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. ഒരു കൂട്ടർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇടിമിന്നൽ വരുമ്പോൾ നൈട്രജൻ കണ്ടൻറ്റ് അറ്റ്മോസ്ഫിയറിൽ ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ അത് ഇതിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഫ്രൂട്ടിങ്, ഇതിൻ്റെ ഈ മഷ്റൂം എന്ന് പറയുന്ന ഫ്രൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റിമുലേറ്റിംഗ് ഏജൻ്റ് ആകാം നൈട്രജൻ എന്ന് പറയുന്നുണ്ട്. മറ്റൊരു അഭിപ്രായം പറയുന്നത് ഇതാണ്, അന്തരീക്ഷത്തിൽ പൊതുവേ ഈർപ്പം കൂടും. പൊതുവേ ഈർപ്പം കൂടുമ്പം ഈർപ്പം കാരണമാണ് ഇത് സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുന്നത്, അല്ലാണ്ട് ഇടിമിന്നൽ അതുമായിട്ട് ബന്ധമില്ല. അത് വരുന്നു എന്നേ ഉള്ളൂ. കാരണം ഇടിമിന്നലില്ലാതെയും കൂടുന്നുണ്ടാകുന്നുണ്ട് എന്നുള്ള അഭിപ്രായമുണ്ട്. ഈ രണ്ട് അഭിപ്രായങ്ങളുണ്ട്, പക്ഷേ സ്ഥിരീകരിച്ചിട്ടില്ല. നമ്മൾ ലബോറട്ടറി കണ്ടീഷനിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ പലപ്പോഴും ഇത് പ്രൂവ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. കാരണം ചില തരത്തിലുള്ള കൂണുകൾക്ക് ഇടിമിന്നൽ വേണ്ട, പക്ഷെ ചിലത് ഇടിമിന്നൽ കഴിയുമ്പോൾ കാണാറുണ്ട്. യാദൃശ്ചികമാണ് എന്നാണ് പലപ്പോഴും പലരുടെയും ഒരു അഭിപ്രായം. സാറേ മൈക്കൊന്ന് കൊടുക്കുക. സാർ, എൻ്റെ പേര് ഡോക്ടർ സരിത അഭിരാമം. ഞാൻ ഈ മഷ്റൂമിൽ, അതായത് തടിയിലുണ്ടാകുന്ന കൂണുകളിൽ കലകളൊക്കെ ചെയ്യുന്നയാളാണ്. ഒരു 2010 മുതൽ എൻ്റെ കയ്യിൽ ഒരു വൻ ശേഖരം തന്നെയുണ്ട്. അതിപ്പോഴും യാതൊരു കേടുകൂടാതെ എൻ്റെ കയ്യിൽ സൂക്ഷിക്കുന്നൊരു സാധനമാണ്. അപ്പോൾ ഈ ഗാനോഡർമയൊക്കെ അത് കുറച്ച് കഴിയുമ്പം പനലായി പോകും. നമ്മൾ എങ്ങനെയൊക്കെ ചെയ്തു വെച്ചാലും അത് പോകും, ബാക്കിയൊക്കെ ഇരിക്കും. ഈ തടിയിലുണ്ടാകുന്ന കൂണുകൾ നമുക്ക് ഭക്ഷണയോഗ്യമായിട്ടുള്ളതാണോ? അങ്ങനെ ഏതെങ്കിലും ഉണ്ടോ? തടിയിലുണ്ടാകുന്ന കൂണുകൾ പൊതുവേ കട്ടി കൂടിയവയായിരിക്കും. ഈ പറഞ്ഞ പോലെ നല്ല കട്ടി വയ്ക്കും. അതിലൊരു പ്രത്യേക തരത്തിലുള്ള അതിൻ്റെ മൈസീലിയം എന്നാണ് പറയാം. ആ കട്ടി വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് നമുക്ക് എന്തായാലും കഴിക്കാൻ വലിയ സ്വാദുണ്ടാവില്ല, കഴിക്കാൻ പാടുമാണ്. പക്ഷേ നമ്മുടെ ചിപ്പിക്കൂണൊക്കെ ഉണ്ട്. ചിപ്പിക്കൂൺ ശരിക്കും പറഞ്ഞാൽ തടിയിൽ, ഈ പ്രകൃതിയിൽ കാണുന്നത് തടിയിൽ വളരുന്ന കൂണായിട്ടാണ്. ഇപ്പോൾ ചിപ്പിക്കൂണുകൾ പലരും പ്ലൂറോട്ടസ് എന്ന് അതിന് പറയാം. പ്ലൂറോട്ടസ്, അതിൻ്റെ കൂടെ ലെൻഡൈനസ്, ലെൻഡിനെല്ലസ് എന്നൊക്കെ പറയുന്ന പല കൂണുകൾ, അത് നമ്മൾ ഉപയോഗിക്കുന്ന കൂണുകളാണ്. അപ്പോൾ തടിയിൽ വളരുന്നത് കഴിക്കാൻ പറ്റുന്നതുണ്ട്, പക്ഷെ അത് പലപ്പോഴും കട്ടി ആകാത്ത തരത്തിലുള്ളതായിരിക്കും. കട്ടി വന്നു കഴിഞ്ഞാൽ അത് കഴിക്കാൻ പറ്റാറില്ല പൊതുവെ.
തടിയിൽ അങ്ങനെ വളരുന്ന കൂണുകളുണ്ട്, നമ്മൾ കഴിക്കുന്ന കൂണുകൾ. അതുപോലെ തന്നെയാണ് ലെൻറ്റിനുല ഇഡോഡസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കൂണുണ്ട്, ലെൻറ്റിനുല. അത് നമ്മുടെ ഇവിടെ അധികം നമ്മൾ ഒരു വ്യാവസായിക അടിസ്ഥാനത്തിലൊന്നും കൾട്ടിവേറ്റ് ചെയ്ത്, പക്ഷേ ചൈന, ഇന്തോനേഷ്യ ആ ഭാഗങ്ങളിലൊക്കെ ഇത് വളരെയധികം ഉപയോഗിക്കുന്നുണ്ട്. ഈ അമേരിക്ക, യൂറോപ്യൻ കൺട്രീസിലൊക്കെ ഒരുപാട് ഉപയോഗിക്കാറുണ്ട്. ലെൻറ്റിനുല ഇഡോഡസ് എന്ന് പറയും. അത് തടിയിലാണ് വളരുന്നത്. പലപ്പോഴും എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ അവർ ഈ തടി എടുത്തിട്ട് തടിയിൽ ദ്വാരങ്ങളുണ്ടാക്കും, ഹോൾസ് ഡ്രിൽ ചെയ്യും. എന്നിട്ട് അതിലേക്കാണ് ഇതിൻ്റെ ഈ കൂൺവിത്ത് ഇറക്കുക. കൂൺവിത്ത് എന്ന് പറയുന്നത് മിക്കവാറും ഒരു ചെറിയൊരു കഷ്ണം, മരക്കഷ്ണം പോലെ ഇരിക്കും. അത് ഹാമർ വെച്ച് ഈ തുളകളിലേക്ക് അടിച്ചിറക്കുക. വരും തുളകളിലേക്ക് അടിച്ചിറക്കി കഴിഞ്ഞാലാണ് അവിടെ ഈ തടിയിലാണ് ഇത് പിടിച്ച് വളരുക. അത് പാകമാകുമ്പോൾ പറിച്ചെടുക്കാറ്. അപ്പോൾ തടിയിൽ വളരുന്ന ഒരുപാട് ഭക്ഷ്യയോഗ്യമായ ഒരുപാട് എണ്ണമുണ്ട്. പക്ഷെ പൊതുവേ കട്ടി കൂടുതലായിരിക്കും. കട്ടി ആവുന്നതിന് മുൻപ് നമ്മൾ പറിച്ചെടുക്കണം, ഒരു വളരെ യങ് സ്റ്റേജ്. പിന്നെ അതുപോലെ തന്നെ ഈ വരയ്ക്കുന്ന കാര്യം പറഞ്ഞു, അല്ലെങ്കിൽ അതിൽ ആർട്ടുകൾ, കല വയ്ക്കുന്നത് പറഞ്ഞു. അത് വളരെ രസകരമാണ്. ഫോമസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില ഇതുണ്ട്. പെട്ടെന്ന് കേടുവരില്ല, മാഡം പറഞ്ഞതുപോലെ പെട്ടെന്ന് കേടുവരാത്ത, അതൊന്നൊരു വാർണിഷും കൂടെ അടിച്ചു കഴിഞ്ഞാൽ നല്ല കലാസൃഷ്ടികൾ ഉണ്ടാക്കാം. ഗാനോഡർമയ്ക്ക് ഒന്ന് വാർണിഷ് അടിച്ച ചിലപ്പോൾ ചില ഗാനോഡർമ കിട്ടും. ഗാനോഡർമയിൽ വാർണിഷ് അടിച്ചിട്ടും പോകുന്നു, പക്ഷേ അത് കുറച്ച് കഴിയുമ്പം നഷ്ടമായി പോകുന്നു. പക്ഷെ നമ്മുടെ ഈ പറങ്കമാവിലുണ്ടാകുന്ന കൂണുകൾ കാലാകാലങ്ങളായിട്ട് നിൽക്കുന്നുണ്ട്. കുറേ നാൾ ഞാനത് ഉപയോഗിക്കാതെ ചാക്കിലൊക്കെ കെട്ടി വീട്ടിൻ്റെ മുകളിലൊക്കെ ഇട്ടിരുന്നു. പക്ഷേ കുറേ കാലം കഴിഞ്ഞ് എടുത്ത് നോക്കുമ്പോൾ അതങ്ങനെ തന്നെ ഉണ്ട്. ഇപ്പം ഞാൻ വീണ്ടും കളറടിച്ച് വീട്ടിൽ മനോഹരമായിട്ട് വെച്ചിട്ടുണ്ട്. അതൊരു കാലത്ത് 2010 പത്രങ്ങളിലൊക്കെ നല്ല വാർത്തയായിട്ട് വന്നിരുന്നൊരു നല്ല ഇത് TV-യിലൊക്കെ അതിനെക്കുറിച്ചൊരു ഫ്യൂച്ചറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതെ, അത് വളരെ നല്ലൊരു കാര്യം. സന്തോഷം. കല നമുക്ക് കൂണുകളിലേക്ക്. അത് ഞാനൊരു BEd ചെയ്യുന്ന സമയത്താണ് അത് ചെയ്തിരുന്നത്. ഇപ്പോഴും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഫേസ്ബുക്കിലൊക്കെ ധാരാളം ഫോട്ടോകളൊക്കെ ഞാൻ അതുപോലെ തന്നെ ഇട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതിപ്പോഴും എൻ്റെ വീട്ടിൽ ഭദ്രമായിട്ടുണ്ട്. വളരെ സന്തോഷമുള്ള കാര്യം. അതൊരു ആർട്ട് ഫോം തന്നെയാണ്. പല സ്ഥലങ്ങളിൽ, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും രാജ്യങ്ങളിൽ ഇതൊരു നല്ലൊരു ആർട്ട് ഫോമായിട്ട് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാറുണ്ട്. പണ്ടുകാലം മുതലുള്ള കുറേ, ഈ പറഞ്ഞ പോലെ കുറേ വർഷങ്ങൾ നിൽക്കുന്ന ചില ഇത്തരത്തിലുള്ള കലാസൃഷ്ടികളൊക്കെ കാണാം. ഇത് സംരക്ഷിക്കപ്പെടേണ്ട ഒരു ആവശ്യകതയും കൂടിയുണ്ട്. ഇത്തരത്തിലുള്ള ആർട്ടുകൾ ഇനിയും നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരേണ്ട ഒരു മേഖലയായിട്ട് മാറേണ്ടതുണ്ട്. അതായത് പൊടി പിടിച്ച് എവിടെയോ കിടന്ന് നശിച്ചു പോകുന്ന ഈ സാധനം നമ്മൾ എടുത്തു വെച്ചാൽ എത്ര കാലം വേണമെങ്കിലും സൂക്ഷിച്ചു വെക്കുക. അത് നമുക്ക് നല്ലൊരു വിപണന മേഖലയായിട്ടും നല്ലൊരു ആർട്ടായിട്ടൊക്കെ ഫോം ചെയ്യാൻ പറ്റുന്നൊരു മേഖലയാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ഒരു ശ്രമവും കൂടി ഉണ്ടാകുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. ഇവർക്കൊക്കെ ആണെങ്കിൽ അത് കണ്ടെത്താൻ വളരെ സാധ്യതയുണ്ട്. അപ്പൊ ഇവർക്ക് അറിയുകയും ചെയ്യാം ഏത് ഭാഗത്താണ് ഇത്തരം കൂണുകൾ ഉള്ളത്. അത് ശേഖരിക്കപ്പെടുകയും ഇതുപോലെ കലാകാരന്മാരിലൊക്കെ എത്തുകയാണെങ്കിൽ അത് നന്നായിട്ട് ഒരുപാട് കാലം സൂക്ഷിച്ചു വെക്കാൻ പറ്റും. അതെ, ഇതിപ്പോ ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇതൊക്കെ അറിഞ്ഞത്. അല്ലെങ്കിൽ ഇതിനു മുമ്പൊക്കെ അറിയുകയാണെങ്കിൽ ഞങ്ങൾ അതൊക്കെ എടുത്ത് സൂക്ഷിച്ചു വെച്ചതിനായിരുന്നു. ഇത് പെട്ടെന്ന് കിട്ടുന്നില്ലല്ലോ. ഇതൊക്കെ തെണ്ടി പിടിച്ച് ആ സമയത്തല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ തടിയിലൊക്കെ ഉണ്ടാവുന്ന പല സൈസ് കൂണൊക്കെ ഉണ്ടാവും. സാറ് പറഞ്ഞ പോലെ കട്ടി കുറഞ്ഞതും ഉണ്ടാവും, കട്ടി കൂടുതലും ഉള്ളതും ഉണ്ട്. അത് ആ സമയത്തേ ഉണ്ടാവുള്ളൂ. എല്ലാ സമയത്തും ഈ കൂണുണ്ടാവുന്ന നേരത്തെ ഒരു സാറ് പറഞ്ഞില്ലായിരുന്നു, ഇടി പൊട്ടുമ്പോഴേ കൂണുണ്ടാവുള്ളൂ എന്ന്. അത് ശരി തന്നെയാണ്. ഇടി വെട്ടുമ്പോഴേ ആ കൂണൊക്കെ ഉണ്ടാവുള്ളൂ. കാട്ടിലത്തെ കൂണൊക്കെ ഇടി വെട്ടിയാലേ ആ കൂണൊക്കെ ഉണ്ടാവുള്ളൂ. ഇടി ഇല്ലെങ്കിൽ ആ കൂണൊന്നും ഉണ്ടാവില്ല. അങ്ങനെയൊക്കെയാണ് ഈ കൂണിൻ്റെ കാര്യങ്ങളൊക്കെ അറിയുന്നത്. തീർച്ചയായിട്ടും വലിയൊരു മേഖലയാണ്. നമ്മൾ കൂടുതൽ അതിലെ സാധ്യതകളൊക്കെ ആലോചിക്കേണ്ട ഒരു വലിയ മേഖലയാണ്. നമ്മൾ തൊട്ടിട്ടില്ലാത്ത, എന്നാൽ നമ്മളിപ്പോൾ പതുക്കെ അറിഞ്ഞു. സോഷ്യൽ മീഡിയ ഒക്കെ വന്നപ്പോഴാണ് നമ്മൾ കൂടുതൽ ഇത്തരത്തിലുള്ള കലാസൃഷ്ടികൾ ഉണ്ടെന്നും അതേപോലെ ഇതെങ്ങനെ എന്താണ് വാണിജ്യാടിസ്ഥാനത്തിൽ കൊണ്ടുവരണം എന്നൊക്കെ നമ്മൾ കൂടുതൽ അറിവുകൾ നമുക്ക് കിട്ടുന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ആളുകൾ ബോധത്തിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇനി ഇത് വളരട്ടെ തീർച്ചയായിട്ടും. അപ്പം ഒന്നാമത് കാട്ടിലുള്ള ആദിവാസിക്കൊക്കെ ഭയങ്കര പേടിയാണ്. അതാണ് എല്ലാം പിന്നെ ആൾക്കാരുടെ അടുത്തും പോകാനും ഇതേപോലെ സ്റ്റേജിലേക്കും കയറാനും അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കര പേടിയാണ്. ഈ പേടിയും കൊണ്ടാണ് ഇതെല്ലാം സർക്കാരും എല്ലാവരും സാറുമാരെയൊക്കെ അറിയാത്തത്.
ഇന്ന സൈസൊക്കെ പല സൈസ് കാര്യങ്ങളൊക്കെ ആദിവാസിൻ്റെ അടുത്തൊക്കെ ഉണ്ടാവും, പക്ഷെ അത് എത്തിപ്പെടുന്നില്ല. അതാണ് ബുദ്ധിമുട്ട്. ഞാൻ കുറച്ച് കൂണുകൾ കാണിച്ചു തരാം, ആ ഫോട്ടോസ് കാണിച്ചു തരാം. അതുപോലത്തെ കാണുകയാണെങ്കിൽ ശേഖരിച്ച് വെച്ചിട്ട് എന്നെ വിളിച്ചാൽ മതി. ഞാൻ എവിടെ വന്നായാലും അത് കളക്ട് ചെയ്ത് കൊണ്ടുവരാം. അത് മാഡത്തിന്റെ നമ്പറൊക്കെ ആ, തരാം, തരാം, എല്ലാം വേണം, തരാം. ഫോൺ നമ്പറൊക്കെ വേണം, എന്നാലേ അത് വിളിക്കാൻ പറ്റുള്ളൂ. ആ ശരി ശരി തരാം. തീർച്ചയായിട്ടും. അപ്പം നന്ദി. എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. എന്തായാലും ഇത്രയും അറിവുകളൊക്കെ പങ്കുവെച്ച തങ്കമണി മാഡത്തിന് എൻ്റെ നന്ദി അറിയിക്കുകയാണ്. ഇത് ശ്രവിച്ച് പങ്കെടുത്ത എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. നമസ്കാരം. താങ്ക് യു മാഡം. താങ്ക് യു സർ. കൂണുകളുടെ പ്രത്യേകതകളും പാരമ്പര്യ അറിവുകളും പരിചയപ്പെടുന്ന സെഷനാണിപ്പോൾ ഇവിടെ കഴിഞ്ഞിട്ടുള്ളത്. ഈ മേഖലയിൽ കൂടുതൽ ഗവേഷണം നടത്തേണ്ടതിൻ്റെ ആവശ്യകതകളും